നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അഗാധമായ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന പഠനങ്ങളിൽ ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് ബ്ലാക്ക് ഹോളുകളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ അഥവാ അതിഭീമൻ തമോദ്വാരങ്ങൾ തങ്ങൾക്ക് സമീപമെത്തുന്ന നക്ഷത്രങ്ങളെ എപ്രകാരം തകർക്കുന്നു എന്നതിനെക്കുറിച്ച് സൂറിച്ച് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനങ്ങൾ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്. ടൈഡൽ ഡിസ്റപ്ഷൻ ഇവൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ തവണയും വ്യത്യസ്തമായി കാണപ്പെടുന്നത് എന്നതിലേക്കും ഇത്തരം സംഭവങ്ങൾ എങ്ങനെ മറഞ്ഞിരിക്കുന്ന തമോദ്വാരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു. അത്യാധുനികമായ ഹൈ റെസൊല്യൂഷൻ ഹൈഡ്രോ ഡൈനാമിക് സിമുലേഷനുകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ പ്രക്രിയയെ അപഗ്രഥിച്ചിരിക്കുന്നത്. ഒരു നക്ഷത്രം തമോദ്വാരത്തിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ വലയത്തിൽ പെടുമ്പോൾ അത് കീറിമുറിക്കപ്പെടുകയും സ്പാഗറ്റിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയിലൂടെ നീളമുള്ള ഇഴകളായി മാറുകയും ചെയ്യും. മുമ്പുണ്ടായിരുന്ന നിരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 10,000 കോടി കണികകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഈ പുതിയ മാതൃകകൾ നക്ഷത്രം തകരുന്നത് മുതൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ അത്ഭുതപൂർവമായ കൃത്യതയോടെ ദൃശ്യവൽക്കരിക്കുന്നു. നക്ഷത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പ്രപഞ്ചത്തിൽ അലക്ഷ്യമായി ചിതറിപ്പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവ തമോദ്വാരത്തിന് ചുറ്റും കൃത്യമായ പാത പിന്തുടരുന്ന ഒരു ഇടുങ്ങിയ പ്രവാഹമായി മാറുകയും ഒടുവിൽ അവ തമ്മിൽ തന്നെ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. ദശകങ്ങളായി ശാസ്ത്രലോകം പ്രവചിച്ചിരുന്നു എങ്കിലും മുൻകാല സിമുലേഷനുകളിൽ തെളിയിക്കാൻ കഴിയാതിരുന്ന ഒരു സിദ്ധാന്തത്തിനാണ് ഇതോടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഒരു ടൈഡൽ ഡിസ്റപ്ഷൻ ഇവൻ്റ് എത്രത്തോളം തീവ്രമായിരിക്കുമെന്നതിനെ നിർണ്ണയിക്കുന്നതിൽ നക്ഷത്രത്തിൻ്റെ ഭ്രമണപഥത്തിനും തമോദ്വാരത്തിൻ്റെ സവിശേഷതകൾക്കും വലിയ പങ്കുണ്ട്. തമോദ്വാരത്തിൻ്റെ പിണ്ഡം, അതിൻ്റെ ഭ്രമണ വേഗത, വീഴുന്ന അവശിഷ്ടങ്ങളുടെ ദിശ എന്നിവയെല്ലാം ഇതിൽ നിർണായകമാണ്. ഈ ഘടകങ്ങളാണ് ഒരു ടൈഡൽ പ്രഭാവം എപ്പോൾ തുടങ്ങണമെന്നും അത് എത്രത്തോളം പ്രകാശിക്കണമെന്നും എത്ര കാലം നീണ്ടു നിൽക്കണമെന്നും തീരുമാനിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന തമോദ്വാരങ്ങൾ അവയ്ക്ക് ചുറ്റുമുള്ള സ്ഥലകാലങ്ങളിൽ വ്യതിയാനങ്ങൾ അഥവാ സ്പേസ് ടൈം ഉണ്ടാക്കുന്നു. നോഡൽ പ്രിസഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം കറങ്ങാത്ത തമോദ്വാരങ്ങളിൽ കാണപ്പെടാറില്ല. ഇത് നക്ഷത്ര അവശിഷ്ടങ്ങളുടെ പ്രവാഹത്തെ അവയുടെ സ്വാഭാവിക തലത്തിൽ നിന്നും മാറ്റുകയും അവ തമോദ്വാരത്തിന് ചുറ്റും പലതവണ ചുറ്റിയ ശേഷം മാത്രം പരസ്പരം കൂട്ടിയിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ സങ്കീർണതകളാണ് എന്തുകൊണ്ട് ഒരേപോലെയുള്ള 2 ടൈഡൽ ഡിസ്റപ്ഷൻ സംഭവങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നത്. തമോദ്വാരങ്ങൾ ഒരു നക്ഷത്രത്തെ വിഴുങ്ങിയ ശേഷം ചില സംഭവങ്ങൾ പെട്ടെന്ന് ആരംഭിച്ച് വേഗത്തിൽ അപ്രത്യക്ഷമാകാറുണ്ട്. എന്നാൽ മറ്റു ചിലത് പതുക്കെ വികസിക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ചിലത് അമിതമായ തെളിച്ചമുള്ളവയാണെങ്കിൽ മറ്റു ചിലവ വളരെ മങ്ങിയതാണ്. ഈ വൈവിധ്യത്തിന് പിന്നിലെ പ്രധാന കാരണം തമോദ്വാരത്തിൻ്റെ പിണ്ഡമാണെന്ന് കരുതിയിരുന്നു എങ്കിലും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തമോദ്വാരത്തിൻ്റെ ഭ്രമണ വേഗതയാണ്. ഈ വൈവിധ്യത്തിന് പിന്നിലെ പ്രധാന കാരണം തമോദ്വാരത്തിൻ്റെ പിണ്ഡമാണെന്ന് കരുതിയിരുന്നു എങ്കിലും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തമോദ്വാരത്തിൻ്റെ ഭ്രമണ വേഗതയാണ് ഈ വ്യത്യസ്തതകൾക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി എന്നതാണ്. ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കളെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യരാശിയെ ഒരു വലിയ ചുവടുവെപ്പ് കൂടി മുന്നിലെത്തിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ ഈ അന്ത്യയാത്രകൾ യഥാർത്ഥത്തിൽ തമോദ്വാരങ്ങളുടെ രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രകാശ ഗോപുരങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.